എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 പബ്ലിക് എക്സാമിനേഷൻ അതുപോലെ കമ്പാർട്ട്മെന്റ് വിഭാഗം പരീക്ഷാ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ച ശേഷവും വിദ്യാർത്ഥികൾക്ക് ജയിക്കാൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഏത് പരീക്ഷയാണ് എഴുതേണ്ടത്, എപ്പോഴാണ് അപേക്ഷ ഉണ്ടാവുക, എത്ര രൂപയാണ് ഫീസ്, എപ്പോഴാണ് എക്സാം സെൻറ്റർ എവിടെയായിരിക്കും, അതുപോലെ തന്നെ റിസൾട്ട് എപ്പോഴായിരിക്കും എന്നിങ്ങനെ വിദ്യാർത്ഥികൾക്ക് +2വിൻ്റെ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ കമ്പാർട്ട്മെന്റ് വിഭാഗത്തിലായാലും അല്ലെങ്കിൽ റെഗുലർ വിഭാഗത്തിലായാലും പരീക്ഷ എഴുതി +2 തോറ്റ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ജയിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ. കാരണം വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏകദേശം ഒരു മെയ് 20-ാം തീയതിക്കുള്ളിൽ തന്നെ, അതായത് ഇതിന് മുമ്പായിട്ട് തന്നെ റിസൾട്ട് വരും. എന്നാൽ ഈ ഒരു 20-ാം തീയതിക്കുള്ളിൽ വരുമെന്ന് പറയുന്നത് ഏകദേശം എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാം. അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്ന ശേഷവും നിങ്ങൾ +2 തോറ്റിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അങ്ങനെ തോൽക്കുകയാണെങ്കിൽ +2വിൻ്റെ സേ പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ഈ ഒരു +2വിൻ്റെ ഈ ഒരു സേ എന്ന് പറയുമ്പോൾ സേ എന്ന് മാത്രമല്ല, നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്നാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു +2 സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ +2വിൻ്റെ സേ എഴുതാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെൻറ്റ് എഴുതാം എന്നുള്ളതാണ്. ഈ ഒരു സേ ആർക്കൊക്കെ എഴുതാം, ഇംപ്രൂവ്മെൻറ്റ് ആർക്കൊക്കെ എഴുതാം എന്ന് പറയാം. +2വിൻ്റെ സേ പരീക്ഷ എഴുതാൻ സാധിക്കുന്നത് 2025-ലെ +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗം രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ, അതല്ലെങ്കിൽ നിങ്ങൾ 2025-ൽ നടന്ന +2വിൻ്റെ കമ്പാർട്ട്മെൻറ്റ് വിഭാഗം രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ, അതല്ലെങ്കിൽ +2 പരീക്ഷ ആദ്യമായിട്ട് പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ്. അതായത് നിങ്ങൾ 2025-ൽ ഈ ഒരു +1 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ അല്ലെങ്കിൽ +2 കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിലോ അതല്ലെങ്കിൽ +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ ആദ്യമായിട്ടോ അല്ലെങ്കിൽ +2വിൻ്റെ പബ്ലിക് എക്സാമിനേഷനിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുകയോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു 2025-ലെ ഈ ഒരു പബ്ലിക് എക്സാമിനേഷനിൽ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു 2025-ൽ നടക്കുന്ന +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുക. സേ പരീക്ഷ എഴുതാൻ സാധിക്കുക ആർക്കൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് 2 വർഷത്തെ മാർക്ക് കൂട്ടിയിട്ടും നിങ്ങൾ തോറ്റിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു സേ പരീക്ഷ എഴുതാൻ സാധിക്കുക. അതായത് ഈ ഒരു 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ 48 മാർക്ക്, അതുപോലെ തന്നെ 60 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അതിൽ നിങ്ങൾ 36 മാർക്ക് നിങ്ങൾക്ക് 2 വർഷത്തെ TE മാർക്ക്, അത് പരീക്ഷയിൽ ലഭിച്ച മാർക്കും, അതുപോലെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ള വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ ലഭിച്ചതും ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ 2 വർഷം കൂടി കിട്ടിയ മാർക്കും ടോട്ടൽ കൂട്ടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇംപ്രൂവ്മെൻറ്റ് എഴുതാൻ സാധിക്കും. എന്നാൽ ഈ ഒരു 80-ൽ 48 അതുപോലെ 60-ൽ 36 മാർക്കോ കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർ സേ പരീക്ഷ എഴുതേണ്ടതാണ്. അതായത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടോ, 6 സബ്ജക്റ്റ് തോറ്റിട്ടുണ്ടെങ്കിൽ 6 സബ്ജക്റ്റും നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്റ്റ് ആബ്സെൻ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ചില സബ്ജക്റ്റ് തോൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആബ്സെൻ്റ് ആയതും അതുപോലെ തന്നെ തോറ്റതുമായിട്ടുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സേ പരീക്ഷയായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. 6 വിഷയം വേണമെങ്കിൽ 6 വിഷയം നിങ്ങൾക്ക് +2വിൻ്റെ സേ പരീക്ഷ എഴുതാം. +2വിൻ്റെ സബ്ജക്റ്റിൻ്റെതായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുക. അതായത് നിങ്ങൾ +1-ൽ തോറ്റിട്ടുണ്ട്, +2 ജയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു +2 സേ പരീക്ഷ എഴുതുന്ന സമയത്ത് +2വിൻ്റെ പരീക്ഷ, അതായത് +2വിൻ്റെ സബ്ജക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ വിദ്യാർത്ഥികൾക്ക് 150 രൂപയാണ് ഈ ഒരു സബ്ജക്റ്റിന് സേ പരീക്ഷയ്ക്ക് ഫീസ്. പ്രാക്ടിക്കൽ കൂടി അറ്റൻഡ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് 175 രൂപയാണ് ഫീസ് പെർ സബ്ജക്റ്റ് വരിക. അതുപോലെ തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസുമാണ് വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് 6 വിഷയം വേണമെങ്കിൽ 6 വിഷയം വരെ നിങ്ങൾക്ക് ഈ ഒരു സേ പരീക്ഷ എഴുതാം. അതുപോലെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒരു വിഷയമാണ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുക. അതും ജയിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇംപ്രൂവ്മെൻറ്റ് സൗകര്യമുള്ളൂ. തോറ്റ വിദ്യാർത്ഥികൾക്ക് സേ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇംപ്രൂവ്മെൻറ്റിന് 500 രൂപയാണ് ഫീസ് വരിക. അതിനോടൊപ്പം തന്നെ 40 രൂപ സർട്ടിഫിക്കറ്റ് ഫീസും വരുന്നതാണ്. അതുപോലെ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ +2 ജയിച്ച വിദ്യാർത്ഥികൾക്ക്, അതായത് ഓവറോൾ റിസൾട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എന്നുള്ളവർക്ക് മാത്രമാണ് ഈ ഒരു ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതാനുള്ള സൗകര്യമുള്ളത്. അതുപോലെ തന്നെ തോറ്റ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സേ പരീക്ഷയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒന്നിലധികം സബ്ജക്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇംപ്രൂവ്മെൻറ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ നമ്പർ ഓഫ് ചാൻസ് 1 എന്നാണ് ഉണ്ടാവുക. എന്നാൽ സേ പരീക്ഷ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ ചാൻസ് നമ്പർ കൂടും. അതായത് ജയിക്കാൻ വേണ്ടി വീണ്ടും പരീക്ഷ എഴുതുന്നത് കൊണ്ടാണ് ചാൻസ് നമ്പർ കൂടുന്നത്. ഇനി ഇതിൻ്റെ അപേക്ഷ എപ്പോഴാണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപേക്ഷ ആരംഭിക്കുന്നത് നിങ്ങളുടെ +2വിൻ്റെ റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു +2വിൻ്റെ സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ, അത് സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാം. റീവാലുവേഷനിൽ നിങ്ങൾ മാർക്ക് കൂടി ജയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു റീവാലുവേഷൻ്റെ മാർക്കായിരിക്കും പരിഗണിക്കുക. അത് പിന്നീട് സേയുടെ മാർക്ക് പരിഗണിക്കുന്നത് ആയിരിക്കില്ല. അതുപോലെ അതായത് നിങ്ങൾക്ക് റീവാലുവേഷൻ നിങ്ങൾ തോറ്റ സബ്ജക്റ്റ് ജയിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആ ഒരു റീവാലുവേഷൻ്റെ മാർക്കാണ് പരിഗണിക്കുക. ഇനി ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കുന്നത് +2വിൻ്റെ റിസൾട്ട് വന്ന ശേഷം ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ അപേക്ഷ ആരംഭിക്കും. ഒരാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കണം. കാരണം ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അതിനായിട്ട് പേ നൽകേണ്ടതായിട്ട് വരും. അത് 20 രൂപ മുതൽ 600 രൂപ വരെ ദിവസങ്ങൾ വൈകുന്നതിനനുസരിച്ച് ഈ ഒരു പേ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 25 ദിവസത്തിനുള്ളിൽ തന്നെ, അതായത് ഏകദേശം ജൂൺ പകുതിയോടെ തന്നെ നിങ്ങളുടെ +2വിൻ്റെ പരീക്ഷ ആരംഭിക്കുന്നതായിരിക്കും. അതായത് +2വിൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ആരംഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലായിരിക്കും പരീക്ഷ ഉണ്ടാവുക. ചില വിദ്യാർത്ഥികൾക്ക് തൊട്ടടുത്തുള്ള മറ്റൊരു സ്കൂളിലായിരിക്കും ഉണ്ടാവുക. അത് ഓരോ സ്കൂളിലെയും എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ട് എന്നുള്ളത് ആശ്രയിച്ചാണ് നിങ്ങൾക്ക് എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു +2 പരീക്ഷ നടത്തുന്ന സമയത്ത് ഏകദേശം 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാകും. അതിലൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് പബ്ലിക് എക്സാമിനേഷൻ നടത്തുന്നത്.
അതിലെ ബാക്കിയുള്ള 2 സെറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ടാണ് സേ പരീക്ഷ നടത്തുക. അതുകൊണ്ട് തന്നെ സെയിം ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. എന്തെങ്കിലും ഭാഗ്യവശാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പബ്ലിക് എക്സാമിനേഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ട് എഴുതാൻ സാധിക്കും. അത് പ്രത്യേകിച്ചും ഉറപ്പൊന്നുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സേ പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്കും ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്കും ഒരേ സമയമായിരിക്കും പരീക്ഷ. അതായത് ഒരേ ടൈം ടേബിൾ പ്രകാരമായിരിക്കും പരീക്ഷ നടക്കുക. അതുപോലെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് ഉണ്ടാവുക. സേ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായാലും ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കായാലും അതിൻ്റെ ഫീസിലും അതുപോലെ തന്നെ റിസൾട്ടിൻ്റെ കാര്യത്തിലും അത് നമ്പർ ഓഫ് ചാൻസ് എന്നുള്ളതിലും ഒക്കെയാണ് വ്യത്യാസം വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലാണ് ഉണ്ടാവുക. അത് കൃത്യമായിട്ട് നിങ്ങൾ പോയിട്ട് ടൈം ടേബിളും കാര്യങ്ങളൊക്കെ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ എങ്ങനെ സമർപ്പിക്കണമെന്ന് പറയാം. നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന് ഏകദേശം 2 ദിവസത്തിനുള്ളിലാണ് സേ പരീക്ഷയ്ക്കുള്ള അപേക്ഷ നൽകേണ്ടത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കണം. അതല്ലെങ്കിൽ പേ കൂടി നൽകേണ്ടതായിട്ട് വരും. നിങ്ങൾ പരീക്ഷ പ്ലസ് ടു പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്ലസ് 1 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ പ്ലസ് 2 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത സ്കൂളിലാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഒരു ഫോം കിട്ടും. ആ ഒരു ഫോം വാങ്ങി ഫില്ല് ചെയ്ത് ഫോട്ടോ ഒട്ടിച്ച് നിങ്ങൾ പരീക്ഷാ ഫീസും സഹിതം നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ്, അതായത് ഏത് സ്കൂളിലാണോ രജിസ്ട്രേഷൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അതിനുശേഷം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കൂടി അതിനോടൊപ്പം എടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ എഴുതുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്തിരിക്കേണ്ടതാണ്. പ്രാക്ടിക്കൽ പരീക്ഷ ഏകദേശം ജൂൺ ആദ്യ വാരത്തോടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മെയ് ലാസ്റ്റോടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു പരീക്ഷയുടെ റിസൾട്ടാണ്. റിസൾട്ട് വരിക ഏകദേശം ജൂലൈ പകുതിയോടെ ആയിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. ആ ഒരു പരീക്ഷയിലും ജയിക്കാൻ സാധിക്കാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് അടുത്ത 2026 നടക്കുന്ന പ്ലസ് 2 അല്ലെങ്കിൽ പ്ലസ് 1ൻ്റെ പബ്ലിക് എക്സാമിനേഷനിലാണ് പിന്നീട് പരീക്ഷ എഴുതാൻ സാധിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ഈ വർഷം ഏകദേശം സെപ്റ്റംബർ മാസത്തോടെ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് ടുവിൻ്റെ സേ പരീക്ഷ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ പ്ലസ് 2 തോൽക്കുകയാണെങ്കിൽ ആ ഒരു തോറ്റ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിക്കാതെ പ്ലസ് 2 സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത് വിദ്യാർത്ഥികൾ ജയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.